LDF-നകത്ത് മൂപ്പിളമ തർക്കം CPM-ഉം CPI-ക്കും ജോസ് കെ മാണിയുടെ കോൺഗ്രസ് എമ്മിനും തമ്മിൽ ഉണ്ട്. പാല പഞ്ചായത്ത് പോയി, മുനിസിപ്പാലിറ്റി പോയി, എല്ലാം പോയി, വാർഡ് എല്ലാം അവർക്ക് തോലഞ്ഞു. ഇനി അവരെന്ത് പറഞ്ഞിട്ട് LDF-ൽ നിൽക്കും? നാളെ LDF-ന്റെ പേര് പറഞ്ഞ ഒരു ഫീൽഡിൽ ഇറങ്ങിയാൽ അവർ തൊപ്പിയിടും. അച്യുത മേനോനും PK വാസുദേവനാരും. ഇങ്ങനെ രണ്ടുപേരെ മുഖ്യമന്ത്രിയാക്കിയത് CPM-ന്റെ കീഴിൽ നിന്നിട്ടല്ല, LDF-ന്റെ കീഴിലല്ല. CPI എന്നൊക്കെ കോൺഗ്രസിനോട് നിന്നിട്ടുണ്ടോ അപ്പോഴാണ് ആ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. CPM-നകത്തും CPI-ക്കകത്തും LDF-നകത്തും എല്ലാവരും തന്നെ നിരാശരാണ്. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത്. CPM നേതൃത്വത്തിനകത്ത് പോലും ഉണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർക്ക് 360 രൂപ, ജയിൽ പുള്ളിയൊക്കെ 560 രൂപ. എന്ത് കമ്മ്യൂണിസത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മാണി കോൺഗ്രസിൻ്റെ UDF പ്രവേശനമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. LDF-നൊപ്പം ഇത്രയും നാൾ നിന്ന് മാണി കോൺഗ്രസ് UDF-ലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത. അതിനൊപ്പം ഇപ്പോൾ പറയാവുന്ന ഏറ്റവും പുതിയ വാർത്ത, ജോസ് കെ മാണി ആവർത്തിച്ചിരിക്കുന്നു, ഞങ്ങൾ LDF-നൊപ്പം ഉറച്ചു നിൽക്കും എന്ന്. ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആകെ ഒരു കൺഫ്യൂഷൻ ആണ് ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സാധാരണക്കാർ പറയുന്നു. പരിശോധിക്കാം നമുക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളുകളികൾ. നമ്മോടൊപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ L. അജിത്ത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ജോസ് കെ മാണി UDF-നൊപ്പം പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? എന്താണ് അഭിപ്രായം? ലിയോ, ജോസ് കെ മാണി എന്ന് പറയുന്ന KM മാണിയുടെ മോൻ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന ബേസിക്കലി അവരുടെ ഒരു 10-60 വർഷത്തെ ചരിത്രം എടുത്താൽ അവർക്ക് ഉള്ളൊരു ശരീരഭാഷ, അവരുടെ പാർട്ടിയുടെ ഒരു സ്ട്രക്ചർ, അവരുടെ ബിഹേവിയർ, അവരുടെ അപ്രോച്ച് എല്ലാം ഒരു പ്രോ കോൺഗ്രസ് ആണ്. അവരുടെ DNA പ്രോ കോൺഗ്രസ് ആണ്. അതിനകത്ത് മാറ്റമില്ല. ഇപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യണം. ഈവൻ ദോ അവർക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയായിട്ടുണ്ട്. ജോസ് കെ മാണിക്ക്, പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിക്ക് MP സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ആണ് അവർ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇത് ടേം പൂർത്തിയാകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ബേസിക്കലി ഒരു കൺസ്യൂമറ്റ് ടോട്ടലി ത്രൂ ആൻഡ് ത്രൂ അടി തൊട്ട് മുടി വരെ അവർ കോൺഗ്രസ് ആറ്റിറ്റ്യൂഡും കോൺഗ്രസ് ശരീരഭാഷയും അതിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ആസ്വദിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അവരിപ്പോൾ ഇവിടെ സ്ട്രഗിൾ ചെയ്യാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, അവർ LDF-ൽ സ്ട്രഗിൾ ചെയ്യാണ്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? ജോസ് കെ മാണി ഈസ് അക്കോമഡേറ്റഡ്. റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം കൊടുത്തു. മുന്നണി സംവിധാനത്തിൽ അവർക്ക് 13 സീറ്റ് കൊടുത്തു. മുന്നണി സംവിധാനത്തിൽ കിട്ടുന്നൊരു ഇതാണ്. 13 സീറ്റ് കൊടുത്തെങ്കിൽ ഇവർ 10-12 പേരോളം ജയിച്ചിരുന്നവരായിരുന്നു UDF-ലുണ്ടായിരുന്നപ്പോൾ. 12 സീറ്റോളം ജയിച്ച് ഉണ്ടായിരുന്ന ഒരു സഖ്യകക്ഷിയായിരുന്നു കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ. അതിനുശേഷം അത് കുറഞ്ഞു, ഗ്രാജുവലി കുറഞ്ഞു. LDF-ൽ വന്നപ്പോൾ കുറഞ്ഞതല്ല, അതിന് മുമ്പ് തന്നെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രശ്നം, ഇവർ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ഈ മൂപ്പിളമ തർക്കം CPI-യുമായിട്ട് ഇവർക്കുണ്ട്. LDF-നകത്ത് മൂപ്പിളമ തർക്കം CPM-ഉം CPI-ക്കും ജോസ് കെ മാണിയുടെ കോൺഗ്രസ് എമ്മിനും തമ്മിൽ ഉണ്ട്. ഒരിക്കലും CPI രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായിട്ടുള്ള CPI ഈ കേരള കോൺഗ്രസിനെ ഇവിടെ ചേർത്തതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന്. അവരെല്ലാം അവരുടെ മീറ്റിങ്ങുകളിലും LDF മീറ്റിങ്ങുകളിലും അവരുടെ മീറ്റിങ്ങുകളിലും CPI-യുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ വിമർശിക്കുന്നു കേരള കോൺഗ്രസിനെയാണ്. അപ്പോൾ ഇത് പോകുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ CPI ആണ് എന്ന് പറയാമോ? ഇല്ല, അതല്ല. അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ആത്യന്തികമായി എല്ലാവരും ഇൻക്ലൂഡിങ് CPI ഡിസ്ഗ്രണ്ടിലാണ്. അവരെല്ലാവരും പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. ആരുടെ കീഴിൽ? മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഏക ശിലാ പ്രസ്ഥാനത്തുമായിട്ട് നിൽക്കുകയാണ്. അവരെല്ലാവരും എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബേസിക്കലി അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. കാരണം CPI നേരത്തെ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി ശൈലി മാറ്റണം. നവകേരള യാത്രയൊക്കെ തുടങ്ങിയപ്പോൾ പറഞ്ഞത് ശൈലി മാറ്റണം. അതിനു മുമ്പ് പറഞ്ഞു. നവകേരള യാത്ര വന്നപ്പോൾ CPI-യുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 2ാം സർക്കാർ എന്നല്ല പറയേണ്ടത്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ 2ാം തുടർഭരണ സർക്കാർ എന്ന് പറയണമെന്ന്. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പറഞ്ഞു. അതൊക്കെ പോയിട്ട് ഇപ്പോൾ അവർ നേതൃമാറ്റമാണ് പറയുന്നത്. നേതൃമാറ്റമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് M UDF-ലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ
CPIയുടെ ഒരു ലെഗസി വെച്ച് നോക്കിയാൽ, കേരള രാഷ്ട്രീയത്തിലെ അവരുടെ ഒരു പാരമ്പര്യം വെച്ച് നോക്കിയാൽ CPIക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുള്ളപ്പോഴാണ്. കാരണം കോൺഗ്രസ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് CPIയുടെ 2 മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്യുതമേനോനും PK വാസുദേവൻ നായരും. ഇങ്ങനെ 2 പേരെ മുഖ്യമന്ത്രിയാക്കിയത് CPMൻ്റെ കീഴിൽ നിന്നിട്ടല്ല, LDFൻ്റെ കീഴിലല്ല. CPI എന്നൊക്കെ കോൺഗ്രസിനോട് നിന്നിട്ടുണ്ട്. അപ്പോഴാണ് ആ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു ത്വരയുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവർ നേതൃമാറ്റം പറയുന്നത്. അവർ നേതൃമാറ്റം പറയുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ, ബഹുമാന്യനായ പിണറായി വിജയൻ മാറണം. കാരണം അവരും എല്ലാം തന്നെ ഒരുമാതിരി തൊഴുത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഏകാധിപത്യം അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. പക്ഷേ കാനം രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതലേ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടായിരുന്നു. കാനം ആദ്യം പോരാടി, പക്ഷേ പിന്നീട് ആദ്യം 11 മാസം അതിന്റെ ഇക്വേഷൻ ഒന്നും നമുക്ക് പരസ്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് പിന്നീട് നിലപാട് മാറ്റിയത്. പക്ഷേ അവർക്ക് അന്ന് മുതലേ ഉണ്ട്. ശ്രീ പിണറായി വിജയന്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് എന്ന് പറയുന്നത്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അത് CPMമാർക്കെല്ലാം അനുഭവിച്ചതാണ്. അവരെല്ലാം പരിധിക്ക് നിർത്തി അദ്ദേഹം അങ്ങനെ കൊണ്ടുപോയി. അദ്ദേഹം അപ്രമാദിത്വം സ്ഥാപിച്ചെടുത്തു. പാർട്ടി മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ പോലും നിലയ്ക്ക് നിർത്തി. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും ബാധകമല്ല. പാർട്ടി ചട്ടങ്ങളോ പാർട്ടിയുടെ നോംസും കേഡർ സംവിധാനമൊന്നും പുള്ളിക്ക് ബാധകമല്ല. അപ്പോൾ അവിടെ CPMനകത്ത് തന്നെ ഡിസ്ഗ്രൻഡിലാണ് ആളുകൾ, CPM പ്രവർത്തകരും നേതാക്കന്മാരും. പിന്നെ ഒരു 2ാം നിരയെ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ സമശീർഷരായിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും CPMന്, എല്ലാ പാർട്ടികളിലുണ്ട്. ഇതിനകത്ത് ആരുമില്ല. അങ്ങനെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായിട്ട് കഴിവ് തെളിയിച്ച മന്ത്രിമാരെ എല്ലാവരെയും MP സ്ഥാനത്തേക്ക് മത്സരിച്ച് തകർന്ന് തരിപ്പണമായ അവർക്കാർക്കും ജനപിന്തുണ ഇല്ലയെന്ന് വരുത്തി ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ പ്രസ്ഥാനം നടത്താൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ ശരിക്കും മൊത്തത്തിൽ CPMനകത്തും CPIക്കകത്തും LDFനകത്തും എല്ലാവരും തന്നെ നിരാശരാണ്. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത്. CPM നേതൃത്വത്തിനകത്ത് പോലും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. കാര്യം പുള്ളി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ കീഴിലും ഇനി വളർന്നു വന്നാൽ നേതാക്കന്മാരാകാം എല്ലാവരുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കയ്യിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരെയും ഏതേത് രീതിയിൽ കോർണർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലേക്ക് പുള്ളി കോർണർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിക്ക് വല്ലതും മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പറ്റുമോ? പാർട്ടി ജനറൽ സെക്രട്ടറി വല്ലതും പറയുന്നുണ്ടോ? പാർട്ടി ജനറൽ സെക്രട്ടറി പോലും ഒന്നും പറയില്ല. ശ്രീ ബേബി സഖാവ് പോലും ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അവർക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനും ജനാധിപത്യത്തിലും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിനും അധിഷ്ഠിതമായിട്ടല്ല നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പാർട്ടി ഈ തുരുത്തിലുള്ള ഭരണം കൂടെ കളയേണ്ടി വരുമോ? അത് പുള്ളിക്ക് ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഒരു ഇംപ്രഷൻ മാറി വരും. അതുകൊണ്ട് അദ്ദേഹം എതിർക്കുന്നില്ല. പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയുടെ അവസ്ഥ എന്താ? സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ, വൈഫിൻ്റെ പേരിൽ വേറെ കേസ് കിടപ്പുണ്ട്. ആന്തൂർ സാജൻ്റെ ഒരു കേസ്. ആന്തൂർ സാജൻ്റെ ആത്മഹത്യ, അതൊരു ഗൾഫ് റിട്ടേണിയാണ്. കോടികൾ മുടക്കി ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതാരായിരുന്നു? അന്നത്തെ കൗൺസിൽ, അവിടുത്തെ മുനിസിപ്പൽ പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയുടെ വൈഫായിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും. അതുകൂടാതെ ആന്തൂർ സാഹിൻ്റെ ഭാര്യയുടെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, പ്രേരണ കുറ്റത്തിന്. അപ്പോൾ ഇദ്ദേഹത്തിന് അതനുസരിച്ച് നിന്നില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പാർട്ടി സെക്രട്ടറിക്ക് പണി കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പിണറായി വിജയൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് എന്ന് പറയുന്നത് അത് നമ്മൾ ഓട്ടോണമസ് ആയിട്ട് പുള്ളി അങ്ങ് കൊണ്ടുപോകുന്നൊന്നും അങ്ങനെ ഒരു ഇതൊന്നും പറയാൻ പറ്റും. പുള്ളിയുടെ ഒരു മെൻറ്റാലിറ്റി തന്നെ എൻറ്റയർലി ഡിഫറൻ്റാണ്. അത് പൊതുസമൂഹത്തിനോ കമ്മ്യൂണിസത്തിലും മാർക്സിസത്തിലും വിശ്വസിക്കുകയും അതിൻ്റെ രീതികളെക്കുറിച്ച് അറിയുന്നവർക്ക് തന്നെ വിചിത്രമായിട്ട് തോന്നുന്നതാണ്. ആ രീതിയിൽ അപ്രമാദിത്വം പുള്ളി അത് എങ്ങനെയാണെങ്കിലും മാനേജ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇൻ ഫേവർ ഓഫ് ഹിംസെൽഫ്. അതാണ് പുള്ളി ഇതെല്ലാം തന്നെ വക്രീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും. എല്ലാം വക്രീകരിച്ച് പുള്ളിക്ക് അനുകൂലമാക്കി കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു വാദം വരുന്നത്, പിണറായി ഈസ് എ വെരി സ്ട്രോങ് ലീഡർ. അദ്ദേഹത്തിന് കീഴിൽ പാർട്ടി കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നു, നിക്ഷേപം വരുന്നു, വികസനം നടക്കുന്നു, പാർട്ടിയെ ഒറ്റക്കെട്ടായി നിർത്തി മുന്നോട്ട് പോകുന്നു, എതിർസ്വരങ്ങൾ ഇല്ല, വിഭാഗീയത ഇല്ല, തുടർ ഭരണം നേടിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഈ
കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നതാണ്. ലിയോ പറഞ്ഞ എല്ലാം ഞാൻ ഡിസോൺ ചെയ്യണം, എല്ലാം ഞാൻ ഡിക്ലൈൻ ചെയ്യണം, എല്ലാം ഞാൻ ഇഗ്നോർ ചെയ്യണം. എവിടെയാണ് വികസനം വന്നത്, എവിടെയാണ് ഫണ്ട് വന്നത്? ഒന്നും നമുക്കാർക്കും സംസ്ഥാനത്തിന് വന്നിട്ടില്ല. പുള്ളിക്ക് ഫണ്ട് വന്നതിൻ്റെ ഒരുപാട് കഥകൾ ഇവിടെ ഉണ്ട്. അതല്ല ഇവൻസാണ്, ഇവൻസ് ഓഫ് കറപ്ഷനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കെതിരെ നടപടിയെടുക്കേണ്ട ആരാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജൂനിയർ ടീമാണ്, അവരുടെ ഘടകകക്ഷിയായിട്ടാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. അവരുടെ ഘടകകക്ഷിയാണ്. ഇവിടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കേരളത്തിൽ നിന്ന് ആരാണ്? സംഘപരിവാർ സംഘടനകളാണ്. തൃശ്ശൂർ നമുക്കറിയാം, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. തൃശ്ശൂർ എങ്ങനെ പോയി മണ്ഡലം? അത് ആർക്കാണ് നഷ്ടപ്പെട്ടത്? CPIക്കാണ്. CPI ഇതിനൊക്കെ എതിർക്കാനും പ്രധാന കാരണം ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിലാണ്. അവിടെ അന്ന് സുനിൽകുമാർ ജയിക്കേണ്ട ആളാണ് തൃശ്ശൂർ. സുനിൽകുമാറിനുള്ള പിന്തുണ മറ്റാർക്കും ഇല്ല, CPIയിലില്ല. പക്ഷെ അദ്ദേഹം തോറ്റു. എന്താ സാഹചര്യം? ഞാൻ പറഞ്ഞില്ലേ, ആന ഇടയുമെന്ന് നമ്മൾ പേടിക്കുന്നിടത്ത് ആഭ്യന്തര വകുപ്പാണ് അടഞ്ഞത്. അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണത്തിന്, ഒരു ഹൈന്ദവീയ ചിന്തയ്ക്ക് ഇടം കൊടുത്തിട്ട് ആ സീറ്റ് കൊടുത്തു. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പം എന്തുണ്ടായി? CPMൻ്റെ സീറ്റല്ലേ കുറഞ്ഞിരിക്കുന്നത്. അല്ല, അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിനെ മറ്റൊരു രീതിയിൽ കണ്ടൂടെ? CPM സ്വന്തമാക്കി വെച്ചിരുന്ന സീറ്റ് അവരുടെ തന്നെ പിടിപ്പുകേട് കൊണ്ട്, അവരുടെ തന്നെ അവർക്കെതിരായ ജനവികാരം ഉയർന്നു വന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന്. അല്ല, അവിടെയാണ് അവിടെ ലിയോ തന്നെ തിരുത്തുകയാണ്. എല്ലാവരും ഏകശിലയിൽ നിർത്തി എല്ലാവരും വന്ന് ഇവിടെ ആദരിച്ച് പോകുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തു പാർട്ടി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതില്ലല്ലോ. നമുക്ക് P. ജയരാജന് അനുകൂലിച്ച് പാട്ടെഴുതിയപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടായില്ലേ? അതിനുശേഷമല്ലേ ഇദ്ദേഹത്തിന് ഒരുപാട് ആട്രിബ്യൂഷൻസ് വന്നു. അല്ല, എനിക്ക് ഓർമ്മയുണ്ട് VS അച്യുതാനന്ദൻ്റെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് വെച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അത് പാടില്ല, വ്യക്തി ആരാധന CPMൽ പാടില്ല എന്ന് അന്ന് പറഞ്ഞു. അന്ന് കർശനമായിട്ട് പറഞ്ഞു. അതിനുശേഷമല്ലേ P. ജയരാജന് വേണ്ടി പാട്ടോ എന്തൊക്കെയോ ഇറങ്ങിയപ്പോൾ അതിനെയും തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന ആട്രിബ്യൂഷൻസ് എന്താ? തിരുവാതിര കളി, കാരണഭൂതൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈസ് എൻജോയിങ് ഇറ്റ്. അതെ, അതിന് ആരും തടസ്സം പറഞ്ഞിട്ടില്ല, ആരും പറയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളി പാർട്ടിയെയും സർക്കാരിനെയും കൈകാര്യം ചെയ്യുന്നത്. ഇത് ക്യാബിനറ്റിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. ഇതേ സംഭവം ഈ രീതി തന്നെയാണ്, ഇത് തന്നെയാണ്. ഇനി LDF മീറ്റിങ്ങുകളിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ? അതായത് കാരണവർക്ക് എന്തുമാകാം എന്നുള്ളതല്ല, എങ്ങനെയും ആകും. നിങ്ങൾ ആരും ചിന്തിക്കണ്ട. ക്യാബിനറ്റിൽ അത് തന്നെ, LDF മീറ്റിങ്ങുകളിലും അങ്ങനെ തന്നെ. LDF മീറ്റിങ്ങുകളിൽ എന്താ നടക്കുന്നത്? അല്ലെങ്കിൽ CPMൻ്റെ റിവ്യൂ മീറ്റിങ്ങുകളിൽ എന്താ നടക്കുന്നത്? പാർട്ടി സെക്രട്ടറി എടുത്ത് പറയും ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്നിട്ട് ഇദ്ദേഹം 5-10 മിനിറ്റ് ലേറ്റായിട്ട് വന്നിട്ട് അപ്പോൾ എല്ലാം സെക്രട്ടറി പറഞ്ഞല്ലോ, അപ്പോൾ വാർത്ത നമ്മൾ പറഞ്ഞ പോലെ കൊടുത്തേക്ക്. അങ്ങനെ നടക്കുന്നത്. ഇവിടെ ഒരു ജനാധിപത്യവും ഇല്ല ഇതിനകത്ത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കീഴിൽ ക്യാബിനറ്റിലും ജനാധിപത്യമില്ല. ക്യാബിനറ്റിലും ആർക്കും അങ്ങനെ വേറെ പ്രത്യേക വോയിസ് ഇല്ല. ഘടകകക്ഷി മന്ത്രിമാർക്കൊന്നും ഒരു വോയിസും ഇല്ല. ഇദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്, മുഖ്യൻ തന്നെയാണ്, പുള്ളി തന്നെയാണ് പ്രധാനം. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്ന സീനിയർ നേതാക്കളെല്ലാം തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. ഇതിനു വേണ്ടിയാണ് ഒഴിവാക്കി. അവരെല്ലാം പ്രഗത്ഭന്മാരായിരുന്നല്ലേ? ഐസക് മോശമായിരുന്നോ? G. സുധാകരൻ മോശമായിരുന്നോ? ശൈലജ മോശമായിരുന്നോ? അങ്ങനെ എല്ലാവരും പ്രഗത്ഭരായിരുന്നില്ലേ? അവരെ എല്ലാവരെയും നിർത്തി തോപ്പിച്ച് നിങ്ങൾക്ക് ജനപിന്തുണ ഇല്ല എന്ന് വരുത്തി അവരെ തന്നെ ഒതുക്കി. അതൊക്കെ പുള്ളിയുടെ ട്രിക്കാണെന്നേ. പുള്ളിയുടെ വക്ര ചിന്തയാണ്, അതിങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുള്ളിയുടെ വക്രീകരിച്ച രാഷ്ട്രീയ ചിന്തകളുണ്ടല്ലോ, പരിണിതപ്രജ്ഞനാണ്. അതുകൊണ്ട് പുള്ളിക്ക് ശരിക്കും കളിക്കാനറിയാം. പാർട്ടി ജില്ലാ സെക്രട്ടറി, അത് സംസ്ഥാന സെക്രട്ടറി, അത് 18 വർഷം പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഇതിൽ കൂടുതൽ ഇനി എന്താ വേണം? അത് കഴിഞ്ഞ് നിങ്ങൾ BJPക്കാരോട് ചോദിക്കാത്തത്, അവർക്ക് 15% വോട്ട് ഷെയർ ഉണ്ട് അസംബ്ലിയിൽ. അത് കഴിഞ്ഞ തവണ 7% കുറഞ്ഞതെങ്ങനെ? ആ 7% ഇങ്ങോട്ട് വന്നത്. 7% കൊണ്ട് വന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് തുടർഭരണം കിട്ടിയത്. അതിവിടെ ആരും പറയുന്നില്ല. അതാണ് ചിന്തിക്കേണ്ടത്. അതുണ്ട്. പിന്നെ ലിയോയുടെ പ്രധാന ഒരു പ്രൈം ഗസ്റ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറാണ്. അദ്ദേഹം CPIയുടെ ആളും കൂടെയാണ്. അദ്ദേഹത്തോടും സ്വതന്ത്രമായിട്ട് സത്യസന്ധമായിട്ട് ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യം വെരിഫൈ ചെയ്ത് നോക്കും, റൈറ്റിഫൈ ചെയ്ത് നോക്കും. പുള്ളി നിഷേധിക്കില്ല. ഞാൻ സത്യസന്ധമായിട്ട് പുള്ളി പറയുകയാണെങ്കിൽ പുള്ളി നിഷേധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം LDFനുള്ളിൽ നിലനിൽക്കുന്നു. അസംതൃപ്തരായ ഘടകകക്ഷികൾ
മറുവശത്തേക്ക് പോകുന്നതിൽ അത്ഭുതമില്ല എന്നാണ് അത്ഭുതമില്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നു, ആര് പറഞ്ഞു, എപ്പോൾ പോകുമെന്ന്, എങ്ങനെ പറഞ്ഞു, ആര് ചർച്ച നടത്തിയത്, ഞാൻ പോകില്ല, ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലിയോ, ഇതിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് അവർക്കിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ് നമ്മൾ ആദ്യമേ പറഞ്ഞ ശ്രീ റോഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനമുണ്ട്. പിന്നെ പ്രമോദ് നാരായണൻ 5 തവണ രാജീവ് ബ്രാൻ ജയിച്ചെടുത്ത് രാജീവ് ബ്രാൻ അസൈൻമെൻറ്റാണ് കൊടുത്തത്. ഭീഷണിയാണ്, അഡ്മോണിഷനാണ്. പ്രമോദ് നാരായണനെ ജയിപ്പിക്കണം. അങ്ങനെ 5 തവണ 25 വർഷം അസംബ്ലി മെമ്പറായിരുന്ന ആൾ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അതുവരെ ആയിട്ടില്ല, ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല. പ്രമോദ് നാരായണനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് ജയിപ്പിച്ചതിന് ശേഷം പുള്ളിയെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാക്കി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അംഗമായി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് പുള്ളി. അതാണ് പറഞ്ഞത്, പുള്ളിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് മറ്റു ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്കോ സാധാരണ രാഷ്ട്രീയ ചിന്തകൾക്കോ അതീതമായുള്ള ചില പ്ലാനുകളുണ്ട് പുള്ളി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിന് പുള്ളി വർഗീയത പ്രൊമോട്ട് ചെയ്യണം, വർഗീയത പ്രൊമോട്ട് ചെയ്യാം. എനിക്കെതിരെ കേസുകൾ വരരുത്, ഞാൻ RSSന് വേണ്ടി എന്ത് വേണം ചെയ്തു തരാം. ആ രീതിയിൽ ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം എന്താ, മാധ്യമപ്രവർത്തകരുടെ പ്രശ്നം എന്താ, ഈ ഘടകകക്ഷികളുടെ പ്രശ്നം എന്താ, UDFൻ്റെ പ്രശ്നം എന്താ. ഇദ്ദേഹം അല്ലാതെ കേന്ദ്ര നേതൃത്വത്തിനെ BJPയും സംഘപരിവാർ സംഘടനകളെയും പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്താ കാര്യം? അദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് അദ്ദേഹത്തിനും മക്കൾക്കെതിരെ ഉണ്ട്. അലിഗേഷൻ അല്ല, ഇവൻസ് ഓഫ് കറപ്ഷൻ തന്നെയാണ്. അതൊന്നും എങ്ങും എത്തുന്നില്ലല്ലോ. ഇന്നലെ അദ്ദേഹം ഇവിടെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിരാകാരമായിരുന്നു. അതെ, എന്തിനാ ഇവിടെയാണ് ഇരിക്കേണ്ടത്? അദ്ദേഹം ഡൽഹിയിൽ പോകുന്നുണ്ടല്ലോ കൂടെ മക്കളുടെയും പുള്ളിയുടെയും പ്രശ്നങ്ങൾ വരുമ്പോൾ. അവിടെ ചെന്ന് ED വരാതിരിക്കാൻ വേണ്ടിയും മറ്റും അമിത്ഷായുടെ CBI വരാതിരിക്കാനും വേണ്ടി അദ്ദേഹത്തെ ചെന്ന് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്നതിന് ഞാൻ അമിത്ഷാ വന്നപ്പോൾ നേരിട്ട് കണ്ട് പറഞ്ഞു വിടും, ഞങ്ങൾക്കുള്ള ഫണ്ട് തരണമെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പം കണ്ടില്ലേ ഇന്നത്തെ പ്രധാന പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത കണ്ടില്ലേ? തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർക്ക് 360 രൂപ, ജയിൽ പുള്ളിയൊക്കെ 560 രൂപ. എന്തോ കമ്മ്യൂണിസത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അത്രയും ദയനീയമാണ് സമൂഹത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കംപ്ലീറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് സെക്കുലർ ഫാബ്രിക് തരിപ്പണമായിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ പ്രതിഫലനമാണ് ഈ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തോറ്റല്ലോ. CPM തോറ്റല്ലോ. ചേലക്കര ഒഴിച്ച് കെ രാധാകൃഷ്ണൻ്റെ ചേലക്കര ഒഴിച്ച് അത് അദ്ദേഹം ആയതുകൊണ്ട് മറ്റെല്ലാം തോറ്റല്ലോ. ഇപ്പം കോർപ്പറേഷനിൽ കണ്ടില്ലേ 30 ലക്ഷം വോട്ട് UDFന് കിട്ടി, ഇവർക്ക് 24 ലക്ഷം LDFന്. അപ്പോൾ 6 ലക്ഷത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതങ്ങനെയല്ലല്ലോ പറയേണ്ടത്. തിങ്സ് ഷുഡ് കം ദി അതർ വേ അറൗണ്ട്. മറിച്ചല്ലേ വരേണ്ടത്. തുടർഭരണവും കിട്ടി ഭരിക്കുകയില്ലേ. നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ 6 എണ്ണത്തിൽ 4 എണ്ണം UDF പിടിക്കും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. നമ്മളാണ് എനിക്ക് തോന്നുന്നു ലിയോടത്താണ് ആദ്യം അത് പറഞ്ഞത്. ഞാൻ ഓർമ്മയുണ്ടോ? 80 മുനിസിപ്പാലിറ്റികളും മറ്റും പിടിക്കുമെന്നും പറഞ്ഞു. 54 പിടിച്ചില്ലേ അവർ. ഇതെങ്ങനെ വന്നു? ഇതെല്ലാം ഈ ആളുകളുടെ ഇടയിൽ ഇതുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹം നല്ല എലീറ്റായിട്ട് പൊളിറ്റിക്കൽ എലീറ്റായിട്ടുള്ള ഒരു സമൂഹമാണ്. അല്ല, എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം കൂടി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കോർപ്പറേഷൻ തൊട്ട് നമുക്ക് താഴോട്ട് പോകാം. കോർപ്പറേഷനിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാളെ അവർ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. LDF ജയിച്ചതിന് പിന്നാലെ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കൊണ്ടുവരുന്നു. അത് ചിലരുടെയൊക്കെ വാതിലടയ്ക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അത് അവരുടെ ബേസിക് സ്വഭാവമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും മറ്റുള്ളവരുടെ വാതിലടയ്ക്കാൻ വേണ്ടി അവരുടെ സ്വന്തക്കാരെ കൊണ്ടുവയ്ക്കുന്ന രീതി. പക്ഷേ ആ മേയറുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ, കുറ്റങ്ങൾ ഉണ്ടായപ്പോൾ തിരുത്താതെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഇടപെടൽ, അതായത് തന്നിഷ്ടപ്രകാരം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവും ആശീർവാദത്തോടും കൂടി താഴെത്തട്ടിൽ വരെയുള്ള പാർട്ടി ഘടകങ്ങളെ നയിക്കുന്നവർ തന്നിഷ്ടപ്രകാരം, അതുപോലെ തന്നെ നമ്മൾ പറയുമല്ലോ പഴയ ഭാഷയിൽ പറയുന്ന മുഷ്ക്, ധാർഷ്ട്യം, ഇതെല്ലാം ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കാൻ തുടങ്ങി. തങ്ങളാണ് പാർട്ടിയുടെ സ്വന്തം ഉടമസ്ഥർ എന്ന രീതിയിൽ അവർ ബാക്കിയുള്ളവരെ, പാർട്ടിക്കകത്ത് വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്നവരെ പോലും അടിച്ചമർത്തി തങ്ങളുടെ മാത്രം ഇഷ്ടം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന രീതി ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇനിയും ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നൊരു ഓവർ കോൺഫിഡൻസിലാണ് അവർ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടും കേട്ടും കൊണ്ടും സഹിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതൊക്കെ ഇനി പ്രതിഫലിക്കും. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ല, ഇനിയും വരും എന്നാണോ പറയുന്നത്? ഇതിനേക്കാൾ വളരെ വെഹിമെൻ്റായിട്ട് വരും. ഇതിനേക്കാൾ വെഹിമെൻ്റായിട്ടുള്ള ഒരു മർദ്ദനം CPM-ഉം LDF-ഉം ഏറ്റെടുക്കേണ്ടി വരും.
കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കൂടുതൽ ഉള്ള സംസ്ഥാനം, ജീവിത ചെലവ് കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. നമ്മുടെ ഇന്ധനത്തിൻ്റെ എന്താണ് സെസ് അവർ പിരിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അതെന്തിന് അത് പറഞ്ഞത് പൊതുസമൂഹം നമുക്ക് 18ലെയും 19ലെയും പ്രളയം വന്നപ്പോൾ സമൂഹം, പിന്നെ കോവിഡും വന്നപ്പോൾ പൊതുസമൂഹം എല്ലാവരും കൈയഴിച്ച് സർക്കാരിനൊപ്പം നല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞ ഉടനെ അങ്ങ് കൈയഴിച്ച് ഇടുകയാണ്. വീട്ടിൽ അല്പ ദാരിദ്ര്യം ഉണ്ടെങ്കിലും മക്കളുടെ പ്രശ്നങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തു. ഈ ചെയ്തതിൻ്റെ കൂടെയല്ലേ ഈ സെസ് അടിച്ചേൽപ്പിച്ചു. അപ്പോഴും ആളുകൾ പ്രതികരിച്ചോ? ഇല്ല. വിലക്കയറ്റം ഇത്രയധികം കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 50ലധികം അവശ്യ വസ്തുക്കൾ കേരളത്തിൽ വരുന്നതൊക്കെ പുറത്തുനിന്നാണ്, അന്യ സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ അതിന് ഈ സെസ്സും കൂടെ വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? അതിന് വില കൂടും, വീണ്ടും സ്വാഭാവികമായി വില കൂടും. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് അല്ലേ, നമ്മൾ എല്ലാം പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ വില കൂടും. പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കൂടെ ഈ സെസ്സും കൂടെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ റേറ്റും കൂടെ മാറുമ്പോൾ വീണ്ടും വില കൂടും. അതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, ജീവിത ചെലവ് കൂടി നിൽക്കുന്നത്. ഇത് ജനം ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി, BJP-കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും LDF-കാരനാണെങ്കിലും CPM ആണെങ്കിലും പൈസ കൊടുത്തല്ലേ സാധനം മേടിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഇപ്പോഴും എന്നിട്ട് ആ സെസ് പറഞ്ഞ എന്തിനാണ്? അന്നത്തെ ജനത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഏതാ? കോവിഡ് കാലത്തും പ്രളയകാലത്തും ഉണ്ടായിരുന്ന ജനത്തിൻ്റെ നന്മ, മാഗ്നാനിമിറ്റി, അവരുടെ എന്താ പറയാൻ വിശാല ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുകയാണ്. സെസ് മേടിച്ചിട്ട് ഇന്ധന സെസ് മേടിച്ചിട്ട് നമ്മുടെ ഇത് പെൻഷൻ മറ്റു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പാവങ്ങൾക്കുള്ള സാധുക്കൾക്കുള്ള പെൻഷൻ ചെയ്യുന്നില്ലല്ലോ. അല്ല, അതുപോലെ കുറേയേറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ ചില വേദികളിലൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈദ്യുതി ചാർജ്, വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന സംശയം സാധാരണക്കാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അവിടെ തോന്നിയപടി ഇത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ INTUC-കാരനെ അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സമരം നടത്തിയത് അദ്ദേഹത്തിൻ്റെ സമരം പിൻവലിപ്പിച്ചതാരാ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാരങ്ങ വെള്ളം കൊടുത്ത്. ഈ ചന്ദ്രശേഖരൻ ആരാ? CBI കേസിൽ പ്രതിയാണ്, കശുവണ്ടി ഇറക്കുമതി കേസിൽ. ഇദ്ദേഹം കശുവണ്ടി ഇറക്കുമതി കോർപ്പറേഷനിൽ ചെയർമാനായിരുന്ന സമയത്താണ്. ആ ചന്ദ്രശേഖരനാണ് ഈ ചന്ദ്രശേഖരൻ. ഇദ്ദേഹത്തെ കൊണ്ട് വേറൊരു കാര്യം ഇദ്ദേഹം അത് നേരത്തെ ലിയോ വേറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞ് പലരുടെയും വാതിൽ അടപ്പിച്ചുകൊണ്ട് വേറെ പലർക്കും വേണ്ടി വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന ആ ഒരു സംവിധാനം ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ, ഞാനത് പറയാൻ വേണ്ടി ഇത് പറയാം. ഇലക്ട്രിസിറ്റി ബോർഡിൽ റെഫറൻഡം നടത്തിയത് എന്തിന്? പുനഃപരിശോധന നടത്തിയത് CIT മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ INTUC ഇല്ല, BMS ഇല്ല, ഒന്നുമില്ല. അല്ലല്ല, അവിടുത്തെ ഒറ്റ സംഘടനയുള്ള CIT-കാർ മാത്രമേ ഉള്ളൂ. CIT ആണ് അവിടെയും ഭരിക്കുന്നത്, ട്രാൻസ്പോർട്ടും ഭരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡും ട്രാൻസ്പോർട്ടും ഭരിക്കുന്നത് CIT ആണ്. അതെ, ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഒരു സിറ്റിംഗ് നടത്തിയപ്പോൾ എതിരഭിപ്രായം പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തിയും പലതരത്തിൽ തെറി പറഞ്ഞും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് യൂണിയൻകാർ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അവിടെ ഇപ്പോൾ ഒറ്റ യൂണിയനേ ഉള്ളൂ, അത് CIT ആണ്. എന്നിട്ട് എപ്പോഴും കറണ്ട് കൂട്ടാം, വൈദ്യുതി ചാർജ് കൂട്ടാം, ജനങ്ങളുടെ നിന്ന് മീറ്റർ ചാർജ് മേടിക്കാം, വേറെ പല രീതിയിൽ ടാക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊപ്പോസൽ പോകുമ്പോൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ അതൊന്നും തരാൻ പറ്റില്ല. ആദ്യം പറയും തരാൻ പറ്റില്ല, പിറ്റേന്ന് CIT-കാർ വിളിച്ച് പറയുമ്പോൾ കൊടുക്കും. കാരണം ഇവരുടെയൊക്കെ ഇഷ്ടക്കാരാണ് റിട്ടയർ ചെയ്തിട്ട് റെഗുലേറ്ററി കമ്മീഷനിലിരിക്കുന്നത്. അല്ല, അല്ലെങ്കിൽ പോലും ഈ CIT-ന്റെ അപ്രമാദിത്വത്തിൽ വേറൊന്നും പറ്റില്ല, മറിച്ച് നടക്കില്ല, ഒന്നും നടക്കില്ല. അവിടെ KCB-യെ ലാഭത്തിലേക്ക് എത്തിച്ച ഡോക്ടർ B അശോകിനെ അവിടെ നിന്ന് തെറിപ്പിച്ചല്ലോ, രാഖി രാമൻ അവരെ ഓടിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കളി നടന്നില്ല, പക്ഷേ ഈ സമ്മർദ്ദം ചെലുത്തി അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ KCB ചെയ്യുന്ന മറ്റൊരു ദ്രോഹം എന്ന് പറയുന്നത്, ഇവർ പറയുന്നു ഇവിടെ ഇപ്പോൾ കറണ്ട് കട്ടില്ല എന്ന്, പക്ഷേ കൂടിയ വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് നമ്മുടെ തലയിലാണല്ലോ അടിച്ചേൽപ്പിച്ചോണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിനെ കട്ട് ചെയ്തിട്ട് ആ കോൺട്രാക്ടർ റദ്ദ് ചെയ്തിട്ട് കൂടിയ വിലയ്ക്ക് ഇലക്ട്രിസിറ്റി ഇത് എവിടെ നടക്കും? ആരംഗീകരിക്കും? ഇത് ആഫ്രിക്കയിലെങ്ങാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ വല്ല സിവിൽ വാറൊക്കെ അവിടെ നടക്കും. നമ്മുടെ ഇവിടെ ആളുകൾ ആർക്കും മേല് നോവാൻ വയ്യ. നമ്മളിങ്ങനെ കുറേ പ്രസ്താവനകൾ ഇറക്കി അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷേ ഇത് ആളുകളെ ഭാരപ്പെടുത്തുക മാത്രമല്ല, ആളുകളെ മർദ്ദിക്കുകയാണ്. ഒരു ഭരണകൂടം ആളുകളെ ദ്രോഹിക്കുകയാണ്. ഇത്രയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു ഭരണകൂടം ലോകത്തുണ്ടോ? അതിലും വിചിത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെ ആകാവൂ. അതാണ്
അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഇത്രയും പറഞ്ഞു കാര്യങ്ങൾ, പക്ഷേ ജോസ് കെ മാണിയുടെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി കോൺഗ്രസ് UDFിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും മധ്യ കേരളത്തിൽ അവരുടെ കരുത്തിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബൂസ്റ്റ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇടതുപക്ഷത്തിന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പോൾ മാണി കോൺഗ്രസ് അല്ലെങ്കിൽ KM മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രശ്നം എന്തെന്നറിയോ? പാല പഞ്ചായത്ത് പോയി, മുനിസിപ്പാലിറ്റി പോയി, എല്ലാം പോയി, വാർഡ് എല്ലാം അവർക്ക് തോലഞ്ഞു. ഇനി അവരെന്ത് പറഞ്ഞിട്ട് LDFിൽ നിൽക്കും? നാളെ LDFിൻ്റെ പേര് പറഞ്ഞ ഒരു ഫീൽഡിൽ ഇറങ്ങിയാൽ അവർ തോറ്റ് തുപ്പിയിടും. ഓക്കെ. അന്ന് പിണറായി വിജയൻ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, CPMനൊന്നും ചെയ്യാൻ പറ്റില്ല, LDFിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാൻ അവർ തീരുമാനിക്കുന്നത്. അല്ല, വേറൊരു പരാതി പറയുന്നതെന്ന് വെച്ചാൽ ഭരണം ഇക്കുറി ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ UDFിനൊപ്പം നിന്നേക്കും, അതിൻ്റെ വ്യക്തമായ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് മാണി കോൺഗ്രസ് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നൊരു. അല്ല, അവർക്ക് അത് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഇപ്പോൾ അവർക്ക് നിലനിൽപ്പില്ല. അവർക്ക് LDFിൽ നിന്നുകൊണ്ട് ഫീൽഡിൽ ഇറങ്ങി ജനത്തിൻ്റെ അടുത്ത് വോട്ട് ചോദിക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം പ്രശ്നമാണ്. അതാണ് ബേസിക് പ്രോബ്ലം. അവർക്ക് ഒരു പാർട്ടിയായിട്ട് ഏത് മുന്നണിയിൽ പോയാലും അവർക്കൊരു പാർട്ടി വേണ്ടി, അതിന് MLA വേണ്ടി, അതിന് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും അംഗങ്ങൾ വേണ്ടി. അതില്ല. ഓക്കെ, അതില്ല. അത് എങ്ങനെ ഉണ്ടാകും? ഇത്രയും ജനവിരുദ്ധമായിട്ടൊരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ട് മാണി കോൺഗ്രസ് അതിൻ്റെ ഘടകകക്ഷിയായിട്ട് ചെന്ന് ഫീൽഡിൽ ഇറങ്ങി തോറ്റ് തുപ്പിയിട്ട് നിൽക്കല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊരു പ്രഡിക്ഷൻ ചോദിക്കുകയാണ്. ഇഫ് മാണി കോൺഗ്രസ് അപ്പുറത്തേക്ക് പോകുന്നു, മാണി കോൺഗ്രസ് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, UDFിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വരുന്ന റിസൾട്ട് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാമോ? 140 എത്ര സീറ്റ് അവർക്ക് നേടാൻ സാധിക്കും? അവരിപ്പോൾ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞ 110 സീറ്റ് UDFും ക്ലെയിം ചെയ്യുന്നുണ്ട്. 110 സീറ്റ് രണ്ടു കൂട്ടരും 110. അല്ല, അവർ 100 പ്രതീക്ഷിച്ചത്. 100+ ആണ് UDF പ്രതീക്ഷിച്ചത്. കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു 110 എന്ന് പറഞ്ഞു. ഓക്കെ, LDF 110 എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ പറയണം ഞങ്ങൾക്ക് 110 ഞങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. ആ രീതിയിലേക്ക് വരും. കേരള നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. അത് നടക്കാത്ത കാര്യം. അതിന് നമുക്ക് കന്യാകുമാരിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ജനങ്ങൾ ഈ സർക്കാരിനെ വെറുത്തു. ജനവികാരം എതിരാണ്. അതാണ് ഈ കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇനി അവർ വെയിറ്റ് ചെയ്യാണ്, ജനം വെയിറ്റ് ചെയ്യാണ്, ആവേശത്തോടെ വെയിറ്റ് ചെയ്യാണ്. ഈ സർക്കാരിനെ മാറ്റിയേ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും സംഭവം, ഒരു കിറ്റിൻ്റെ സാഹചര്യം മറ്റുമോ? ഇനിയൊന്നുമില്ല. ഇനി ഇവിടെ സംഭവിക്കാനുള്ളത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ലാഭമാണ് ഉണ്ടാകേണ്ടത്. ലാഭം അത് മാത്രമേ ഇനി ഉണ്ടാകാനുള്ളൂ. അങ്ങനെയുള്ള ഒരു പഠനം എവിടെയാണ് ലാഭം ഉണ്ടാകേണ്ടതെന്ന് അറിയില്ല. ഇൻ കേസ് LDF തോറ്റു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് അതിന് ധൈര്യമുണ്ടോ? അതിനുള്ള ധൈര്യം, മാനസികാവസ്ഥയുണ്ടോ പുള്ളിക്ക്? അദ്ദേഹം ചെയ്ത എല്ലാ ചെയ്തികളും അവിടെ UDFകാരും ഭരണകക്ഷിയും കോൺഗ്രസ് എടുത്തിട്ട് അലക്കില്ലേ? പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ ചെന്നിരുന്നത് തെറി കേട്ട് ഇദ്ദേഹം സഹിയിടും. അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യം ഉണ്ടാവും. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, ഒരുപാട് എയിൽമെൻറ്റ്സ് ഉണ്ട്. അതല്ല ഇപ്പം മുഖ്യമന്ത്രി എന്നുള്ളതിൻ്റെ പ്രിവിലേജ് വെച്ച് അദ്ദേഹം ശരിക്കും അമേരിക്കയിൽ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവായി കഴിയുമ്പോൾ അതിനൊക്കെ പറ്റുമോ പുള്ളിക്ക്? ഓക്കെ, അങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ കിട്ടുന്ന ആയുധം UDF അപ്പോൾ അധികാരം കിട്ടുമ്പോൾ ഈ പഴയ കാര്യങ്ങളും ഈ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ അവർ അന്ന് മറക്കാതെ പരിഗണിക്കുമായിരിക്കുമോ? ഉറപ്പായിട്ടും. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതൃത്വം എല്ലാം ആ ഒരു പരിഗണനയിലാണ്. അവരുടെ പാളിച്ചകളാണ് കേന്ദ്രത്തിൽ ഉൾപ്പെടെ അവരുടെ പാളിച്ചകൾ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നീചമായ നിലപാടുകൾ എടുത്തില്ല. ശത്രുത മനോഭാവത്തിൽ രാഷ്ട്രീയത്തെ അവർ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഇല്ലായ്മയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ അവർക്ക് വാശിയോടുകൂടി അവരനുഭവിച്ച എല്ലാ ദുരന്തങ്ങളെയും വാശിയോടുകൂടി തിരിച്ച് ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇനിയും ഒരു തിരിച്ചുവരവ് പ്രയാസമായിരിക്കും. വന്നാൽ തന്നെ അവർ വീണ്ടും ഒതുങ്ങിപ്പോകും. അതായത് നമ്മളിന്ന് ചർച്ച ചെയ്തതിൽ ഉരുത്തിരിച്ച് വന്നിട്ടുള്ള 2-3 പോയിന്റ്സ് എന്ന് പറയുന്നത്, മാണി കോൺഗ്രസ്സിന് LDFിൽ നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ രീതി, സ്വാതന്ത്ര്യം ഇല്ലായ്മ, ഇത് ഒരു പോയിന്റ്. രണ്ടാമത്തെ കാരണമായി മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ ഒരു അസ്തിത്വ പ്രശ്നമാണ്.
അവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് LDFന് വേണ്ടി വോട്ട് ചോദിക്കാൻ സാധിക്കുന്നില്ല, LDFിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുന്നില്ല എന്ന ഒരു അസ്തിത്വ പ്രശ്നം മാണി കോൺഗ്രസിൻ്റെ നേതാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നേതാക്കൾ എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രവർത്തകരാണ്, പ്രാദേശിക നേതാക്കളാണ് ഈ ഒരു പ്രശ്നം, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം മനോവ്യഥ, ധർമ്മസങ്കടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2, ഇപ്പോൾ പോകുന്നില്ല എന്ന് ജോസ് കെ മാണി പറയുന്നത് അത് ഈ നിലവിലെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തായാലും അവർക്ക് പോയിരിക്കും എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ശ്രീ L. അജിത്ത് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ജനവിരുദ്ധം ആയ രീതിയിൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഫലം ഇടത് സർക്കാർ ഈ തിരഞ്ഞെടുപ്പിൽ അനുഭവിക്കും എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ജനവികാരം വളരെ വലിയ രീതിയിൽ ഇടത് സർക്കാരിന് എതിരായിരിക്കുന്നു, അത് UDFന് അനുകൂലമായി വരികയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ചെയ്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ വരുന്ന 5 വർഷം അദ്ദേഹത്തിന് കണക്ക് പറയേണ്ടി വരും, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് കണക്ക് പറയേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഇനി ഭരണപക്ഷത്തെത്തിയാൽ ഇപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അട്രോസിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അതിന്മേൽ അവർ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുമെന്നോ അതിന് അവർ തയ്യാറാകുമോ എന്നും ജനം കാത്തിരിക്കുകയാണ്. അത് മറ്റൊരു വിഷയം കൂടിയാണ്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.